ഗഗനാചാരി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്ഥിരം സെറ്റപ്പിൽ നിന്നൊക്കെ വ്യത്യാസം ഉണ്ടാവും. സാധാരണ കാറിൽ നിന്നാണ് നമ്മൾ ചെയ്യാറ്. സിനിമ കണ്ട അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാറിലാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്പെഷ്യലായിട്ട് തന്നെ ഈ പടത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. ഗഗനാചാരി അരുൺ ചന്തു സംവിധാനത്തിൽ വരുന്ന സ്ക്രീൻ പ്ലേ, അതേപോലെ തന്നെ ഡയറക്ഷൻ, പിന്നെ സ്റ്റോറി, ഇതൊക്കെ പുള്ളിയുടെ വകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതേപോലെ പ്രൊഡ്യൂസറായിട്ട് വിനായക അജിത്ത്, പുള്ളിയുടെ കുറേ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നുമല്ല സംഭവം. വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടമാണ്. ഈ ഒരു പടം എനിക്ക് തോന്നുന്നു 2043 ഈ ഒരു പടത്തിനകത്ത് വിഷയമായിട്ട് വന്നേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോക്യുമെൻ്ററി പടമാണ്. മോക്യുമെൻ്ററി ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. മോക്യുമെൻ്ററി എന്താണ്? മോക്യുമെൻ്ററി എന്ന് വേറെ ഒന്നുമല്ല. ഡോക്യുമെൻ്ററി നമുക്കറിയാം. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു നടന്ന പോലെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ഡോക്യുമെൻ്ററി. മോക്യുമെൻ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അത് ഡോക്യുമെൻ്ററി പോലെ ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നതാണ് മോക്യുമെൻ്ററി. നമ്മൾ ഹോളിവുഡിൽ ഒരുപാട് പടങ്ങൾ മോക്യുമെൻ്ററി പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതൊക്കെ വളരെ വിരളമാണ്, നമ്മൾ ഈ മോക്യുമെൻ്ററി പടങ്ങൾ. അങ്ങനെ നമുക്ക് കേരളക്കാർക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു മോക്യുമെൻ്ററി പടമായിട്ടാണ് ഗഗനാചാരി ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. പടത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ ഇന്നേ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഈ പടം എനിക്ക് കാണാൻ കഴിഞ്ഞത്. പടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷ്വൽസും അതേപോലെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന കുറേ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോമഡി അടിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങൾ 2043 എനിക്ക് തോന്നുന്നു തേർഡ് വേൾഡ് വാറൊക്കെ കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതിനകത്ത് വെള്ളത്തിന് ഷോർട്ടേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാ പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തകർക്കും ഇത് താങ്ങിയിട്ടുണ്ട്. ഈ വർഗീയമായിട്ടും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വഹിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന നല്ല താങ്ങലോട് തന്നെ ഈ ഒരു പടം പറഞ്ഞു പോകുന്നുണ്ട്. ഇനി പടത്തിൻ്റെ കൺസെപ്റ്റിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള KP ഗണേഷ് കുമാറാണ്. അതേപോലെ തന്നെ ഒപ്പം കട്ടക്ക് നിൽക്കാനായിട്ട് നമ്മുടെ ഗോകുൽ സുരേഷ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അജു വർഗീസ് വരുന്നുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം കൊണ്ട് നമ്മുടെ അനാർക്കലി മലക്കാറും ഈ പടത്തിനകത്തേക്ക് എൻട്രി കൊടുക്കുന്നുണ്ട്. ഇനി പടം പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളിവുഡിൽ ഒരുപാട് എന്താ പറയുക സൈഫൈ പടങ്ങൾ, സൈഫൈ ഫിക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരുപാട് പടങ്ങളിൽ ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങളുണ്ട്. അറൈവൽ, എലീസിയം, ഇങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ്. ഏകദേശം ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു വിഷ്വൽസ് അത്രയും പിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇവർ മാക്സിമം ആയിട്ട് ഈ പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു കണ്ണിനൊരു കുളിർമയുണ്ട്. ആ കുളിർമ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, സൈഫൈ മൂവീസൊക്കെ ഇഷ്ടപ്പെടാൻ കാണിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ഈ പടം തിയേറ്ററിൽ പോയി കാണാം. എനിക്കൊരു ഷോസൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അടുത്തുള്ള തിയേറ്റേഴ്സൊന്നും ഇല്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഷോ എന്തൊക്കെയേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോലത്തെ പ്രേക്ഷകർ ഈ പടം കണ്ട് വിജയിപ്പിക്കണം. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്തുകൊണ്ടും നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. നമ്മളെന്നും കഴിഞ്ഞ കാര്യവും ഇപ്പോഴത്തെ കാര്യവും വാഴവും പറമ്പൊക്കെ പറഞ്ഞിരുന്ന് ബന്ധുക്കളും അതായത് കൂട്ടുകാരുടെ കഥയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കണം. അങ്ങനെയുള്ള ഒരു പോയിന്റാണ് ഈ പടം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗഗനാചാരി മൂവിയിൽ എടുത്തു പറയേണ്ട 1-2 മെയിൻ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ആണ്. രണ്ടാമത് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. ക്യാമറ വർക്ക് ദി ബെസ്റ്റ് എന്ന് നമുക്ക് ഈ പടത്തിൽ പറയാൻ പറ്റും. അതേപോലെ തന്നെ പടത്തിന് എടുത്തു പറഞ്ഞാൽ എനിക്ക് 2 മണിക്കൂറേ പടമുള്ളൂ. ഒരു സ്ഥലത്ത് പോലും ഇതിനൊരു ലാഗോ അല്ലെങ്കിൽ ഒരു നമുക്ക് എനിക്ക് പോവാം അങ്ങനെ തോന്നിക്കണ യാതൊരു സന്ദർഭവും ഈ പടം നമുക്ക് തരുന്നില്ല. എടുത്തു പറയേണ്ട കുറച്ച് ബെസ്റ്റ് പെർഫോമൻസ് ഗണേഷ് കുമാർ, അതേപോലെ തന്നെ ഗോകുൽ സുരേഷ്, പിന്നെ എനിക്ക് വേണം മറ്റേ പയ്യൻ നമ്മുടെ രോമാഞ്ചം ഫിലിമിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് വിളിക്കുക, അപ്പൂപ്പൻ്റെ റേഡിയോ അങ്ങനെ എന്തോ, അങ്ങനത്തെ പയ്യൻ, അതേപോലെ തന്നെ അനാർക്കലി മലക്കാർ, പിന്നെ അജു വർഗീസ് ഒക്കെ രക്ഷയില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പായിട്ട് ഇവർ അടിച്ചു കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് കോമഡിയും കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പടം അനുഭവിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് ഇന്ന് നമ്മുടെ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ ശ്രമിക്കുക എല്ലാവരും. ഗഗനാചാരി ദ ബെസ്റ്റാണ്, ദ ഫ്യൂച്ചറിസ്റ്റിക് മൂവി എന്നൊക്കെ നമുക്കിവിടെ പറയാം. ഇത്രയുള്ളൂ എനിക്ക് പറഞ്ഞാൽ തീരില്ല, കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അടുത്ത റിവ്യൂ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് വാച്ചിങ്.